ഹായ് ഹലോ. ഇന്ന് സെന്നുൻ്റെയും ഫെല്ലുൻ്റെയും മദ്രസയിൽ നബിദിനാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കളെ വിളിച്ചുണർത്തുകയാണ്. അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞേക്കണം. അപ്പോൾ സെന്നുവിന് കുറച്ച് മടിയുണ്ട് കേട്ടോ എണീക്കാൻ. ഇപ്പോൾ സമയം 5:45 കേട്ടോ. സെന്നുവിന് ഈ വർഷമാണ് കേട്ടോ മദ്രസയിൽ ചേർത്തിയത്. അപ്പോൾ അവൾ റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ പല്ലേക്കാണ്. ഫെല്ലു ഇതവിടെ വാഷ് ബേസിൻ്റെ അവിടെ പല്ലേക്കുന്നുണ്ട്. സെന്നു അവിടെ അപ്പുറത്ത് ബാത്റൂമിലും കൂടി പല്ലേച്ച് രണ്ടാളും പെട്ടെന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ രാത്രി തന്നെ അവർ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അവളെ സ്റ്റഡി ടേബിൾമേൽ എല്ലാ ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ മാറ്റി റെഡി ആവണം. മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറ്റി മഫ്തൊക്കെ ഇട്ടുകാണ്ട് പോകണം. ഫെല്ലു അവളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കും. സെന്നുവിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ സഹായിക്കണ അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഫെല്ലു ഇതാ ഫർദയും മഫ്തൊക്കെ ഇട്ട് റെഡിയായി. സെന്നു ഒരു പാൻറ്റും ഒരു ടോപ്പാണ് ഇട്ടത്, ഒരു മഫ്തയും കൂടി ഇട്ടു. അപ്പോൾ ഇനി അവർ രണ്ടാളും ചായ എടുക്കുകയാണ്. ബിസ്ക്കറ്റും ചായയാണ് കേട്ടോ. അങ്ങനെ മക്കൾ ഇറങ്ങുകയാണ്. സലാമൊക്കെ പറഞ്ഞ് വണ്ടീൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവർ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 9 മണിയാകുമ്പോൾ നമ്മളെ വീടിൻ്റെ ഇവിടെ അടുത്തെത്തും ജാഥ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അവിടേക്ക് എത്തണം. എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് മോനെ ഒരുക്കി റെഡിയാക്കി ആ പരിപാടി നടക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പം അങ്ങനെ ഇവിടെ മക്കൾക്ക് കൊടുക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. ഒക്കെ പാക്കാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഘോഷയാത്രയ്ക്കുള്ള മക്കളൊക്കെ അതാ അവിടെ ഒരുങ്ങി നല്ല വേഷത്തിൽ ഇതവിടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം മക്കളുടെ കളിയൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മക്കളെ കളികളൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെന്നുവിനെയും ഫെല്ലുവിനെയും പറഞ്ഞയച്ചില്ല കേട്ടോ. ഇനി ഘോഷയാത്ര വേറെ കുറേ ദൂരത്തേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. വീട്ടിലേക്ക് എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പോരുകയാണ്. ഫെല്ലുവിനും സെന്നുവിനും വീട്ടിലെത്താൻ ധൃതിയായിട്ടോ. കാരണം ഒന്നുമല്ല, അവർക്ക് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ നോക്കാനൊക്കെ ധൃതിയായി. കുറേ ചോക്ലേറ്റും കേക്കും അതേപോലെ മുട്ടായും ഒക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടാൾക്കും കവർ നിറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ ലഡു ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി അവിടുന്ന് മേലെ നിന്ന് കിട്ടിയ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ടിൻ്റെ കുപ്പിയും, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.